ഹരിതവർണ്ണ കൊടികളേന്തും യുവജനങ്ങളെ, തിരകളിൽ കരുത്ത് തുടിക്കും യുവാക്കളെ, രണാങ്കണങ്ങളിൽ നിങ്ങൾ വീറ് കാട്ടുവേ, രണാങ്കണങ്ങളിൽ നിങ്ങൾ വീറ് കാട്ടുവേ, സംഘടിച്ച് ശക്തരാകുവേ, സംഘടിച്ച് ശക്തരാകുവേ. ഹരിതവർണ്ണ കൊടികളേന്തും യുവജനങ്ങളെ, തിരകളിൽ കരുത്തു തുടിക്കും യുവാക്കളെ, രണാങ്കണങ്ങളിൽ നിങ്ങൾ വീറ് കാട്ടുവേ, രണാങ്കണങ്ങളിൽ നിങ്ങൾ വീറ് കാട്ടുവേ, സംഘടിച്ച് ശക്തരാകുവേ, സംഘടിച്ച് ശക്തരാകുവേ. സിന്ദാബാദ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് PKK ബാവാ സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് PKK ബാവാ സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് മൊയ്ൻ കുട്ടി സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് മൊയ്ൻ കുട്ടി സിന്ദാബാദ്. ഇടതന്മാരെ ദുർഭരണത്തെ ചെറുക്കുവേ, നീതി നേടാൻ പോർക്കളത്തിലേക്കിറങ്ങുവേ, ഇടതന്മാരെ ദുർഭരണത്തെ ചെറുക്കുവീൻ, നീതി നേടാൻ പോർക്കളത്തിലേക്കിറങ്ങുവീൻ, ദുഷ്ടരെ തുരത്തുവാൻ കഷ്ടതയകറ്റുവാൻ, ദുഷ്ടരെ തുരത്തുവാൻ കഷ്ടതയകറ്റുവാൻ, ശക്തമി കൊടിക്കു കീഴിലൊക്കുവിൻ യുവാക്കളെ, ശക്തമി കൊടിക്കു കീഴിലൊക്കുവിൻ യുവാക്കളെ. സിന്ദാബാദ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് സൂഫി സാഹബ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് സൂഫി സാഹബ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് ഖാലിദ് മാസ്റ്റർ സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് ഖാലിദ് മാസ്റ്റർ സിന്ദാബാദ്. CHന്റെ വിപ്ലവക്കരുത്തു നേടുവേ, സേവനം തപസ്യയാക്കി അണിനിരക്കുവേ, CHന്റെ വിപ്ലവക്കരുത്തു നേടുവീൻ, സേവനം തപസ്യയാക്കി അണിനിരക്കുവീൻ, ആർത്തരെ തുണയ്ക്കുവാൻ അഴിമതി തടുക്കുവാൻ, ആർത്തരെ തുണയ്ക്കുവാൻ അഴിമതി തടുക്കുവാൻ, ശക്തമി കൊടിക്കു കീഴിലൊക്കുവിൻ യുവാക്കളെ, ശക്തമി കൊടിക്കു കീഴിലൊക്കുവിൻ യുവാക്കളെ. സിന്ദാബാദ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് കുഞ്ഞാലിക്കുട്ടി സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് കുഞ്ഞാലിക്കുട്ടി സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് ഇസ്ഹാഖ് കുരിക്കൽ സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് ഇസ്ഹാഖ് കുരിക്കൽ സിന്ദാബാദ്. ഹരിതവർണ്ണ കൊടികളേന്തും യുവജനങ്ങളെ, തിരകളിൽ കരുത്തു തുടിക്കും യുവാക്കളെ, രണാങ്കണങ്ങളിൽ നിങ്ങൾ വീറ് കാട്ടുവേ, രണാങ്കണങ്ങളിൽ നിങ്ങൾ വീറ് കാട്ടുവേ, സംഘടിച്ച് ശക്തരാകുവേ, സംഘടിച്ച് ശക്തരാകുവേ. ഹരിതവർണ്ണ കൊടികളേന്തും യുവജനങ്ങളെ, തിരകളിൽ കരുത്തു തുടിക്കും യുവാക്കളെ, രണാങ്കണങ്ങളിൽ നിങ്ങൾ വീറ് കാട്ടുവേ, രണാങ്കണങ്ങളിൽ നിങ്ങൾ വീറ് കാട്ടുവേ, സംഘടിച്ച് ശക്തരാകുവേ, സംഘടിച്ച് ശക്തരാകുവേ. Vai!
പ്രകടനത്തിന്റെ മധ്യത്തിലായി ഒരു ബാൻഡ് സെറ്റും ബാക്കി പ്രവർത്തകന്മാർ രണ്ടു വരിയായും അച്ചടക്കമുള്ള പ്രവർത്തകന്മാരായി പ്രകടനത്തിൽ അണിനിരക്കണമെന്ന് ഒരിക്കലൂടെ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പിറന്ന നാടിന്റെ മോചനത്തിന് വേണ്ടി ത്യാഗോജ്വലമായ പോരാട്ടങ്ങളുടെ വീരഗാഥകൾ രചിച്ചുകൊണ്ട് ചോക്കാട് പഞ്ചായത്തിലെ കല്ലാമൂലയിൽ വെച്ച് വെള്ളക്കാരന്റെ കയ്യാമത്തെ പൂമാലയായി സ്വീകരിച്ച് കുറ്റമ്പരാജിയുടെ അല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അച്യുതാനന്ദനെ പോലെയുള്ള അഭിനവക്ഷരകന്മാർക്ക് അതിന് സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പടുകൂറ്റന്താലിയിൽ അണിനിരക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന വാർഡ് മുസ്ലിം ലീഗ് ഭാരവാഹികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ വാർഡുകളിൽ നിന്നും എത്തിച്ചേർന്ന മുഴുവൻ മുസ്ലിം ലീഗ് എംഎസ്എഫ് യൂത്ത് ലീഗ് പ്രവർത്തകന്മാരെയോ അച്ചടക്കമുള്ള പ്രവർത്തകൻ നിൽക്കുന്ന അനുസരണയുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരായി പ്രകടനത്തിൽ രണ്ടിലെ വരിയായി അണിനിരക്കുവാൻ ശ്രദ്ധിക്കുക. മുസ്ലിം യൂത്ത് ലീഗിന്റെയും എല്ലാ പ്രവർത്തകന്മാരോടും പ്രത്യേകമായ ഒരു അറിയിപ്പ്. ഇവിടെ പ്രിയമുള്ള പ്രവർത്തകരെ, കേരളത്തിലെ മാർക്സിസ്റ്റുകാർ നമ്മൾക്കെതിരെ തൊടുത്തുവിട്ട അപവാദാസ്ത്രങ്ങൾ തട്ടിമാറ്റിക്കൊണ്ട് അവതോരപ്രവയുടെ വാങ്ങിച്ചെടുത്ത പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളെ ബാനറിന്റെ പിന്നിൽ മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളാണ് അണിനിരക്കേണ്ടത്. അതിനുവേണ്ടിയാണ് വിടവിടുന്നത്. ഒരിക്കലും മുന്നോട്ട് നടന്നെടുക്കരുത്. മുഴുവൻ ആളുകളും പരുത്തിപ്പറ്റ റോട്ടിലേക്ക് കയറി രണ്ട് ലൈനായി നിന്ന് സഹകരിക്കണമെന്നറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ പരിപാടിയാണ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളും നിൽക്കുന്ന അനുസരണയുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് റോഡിൽ നിന്നും മാറി നിൽക്കണമെന്ന് ആദർശ പ്രസ്ഥാനത്തിന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. പ്രകടനത്തിൽ അണിനിരക്കുവാൻ എത്തിച്ചേർന്ന മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെ ശ്രദ്ധയ്ക്ക് അനുസരണയുള്ള അച്ചടക്കമുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരായി പരുത്തിപ്പറ്റ റോഡിലേക്ക് പ്രകടനത്തിൽ അണിനിരക്കുന്നതിന് വേണ്ടി മാറി നിൽക്കണമെന്ന് ഒരിക്കലൂടെ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മാറി നിൽക്കണം. ആ വഴിയിൽ നിന്ന് ആ വാഹനം കടന്നു പോകട്ടെ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന നമ്മുടെ പ്രകടനം അച്ചടക്കമുള്ള പ്രവർത്തകന്മാരുടെ പ്രകടനമായി, അന്തസ്സുള്ള പ്രവർത്തകന്മാരുടെ പ്രകടനമായി മാറ്റുക. നമ്മുടെ പ്രകടനം ആരംഭിക്കുകയാണ്. ഏറ്റവും മുമ്പിലായി അനൗൺസ്മെന്റ് വാഹനവും അതിന്റെ തൊട്ടു പിന്നിലായി ശിങ്കാരി മേളവും അതിന്റെ തൊട്ടു പിന്നിലായി പഞ്ചായത്ത് പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കാണികളായി നോക്കി നിൽക്കാതെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ പിന്നിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കയ്യില്ല എന്ന് ഉച്ചൈത്തരം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ചോക്കാടിന്റെ മണൽത്തരികളെ പണമണിയിച്ചുകൊണ്ട് ഇതാ തോന്നക്കാട്ടപ്പെട്ട
ഈപ്പയുടെ പിൻഗാമികളിലോ കടന്നു വരുന്നു. പിറന്ന നാടിന്റെ മോചനത്തിന് വേണ്ടി ത്യാഗോജ്വലമായ പോരാട്ടങ്ങളുടെ വീരഗാഥകൾ രചിച്ച വാരിയൻ കുന്നത്ത് കുഞ്ഞമ്മദാജിയുടെ അനുഗ്രഹീത പാദസ്പർശനമേറ്റ് ഹർഷപുലകിതമായ ചോക്കാടിന്റെ മണ്ണിൽ മുസ്ലിം ലീഗ് എന്ന ശമേധത്തെ പിടിച്ചുകെട്ടാൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന ഒരു ലീഗ് വിരോധിയും വളർന്നിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള പച്ചപ്പടയണിയാണ് ഈ മുസ്ലിം ലീഗിന്റെ സമാധാനിയായ നേതാക്കൾ ഈ കാളിദാസരുടെയും ഈ കുഞ്ഞാപ്പുവിന്റെയും നേതൃത്വത്തിലുള്ള പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പച്ചപ്പടയണിയാണ് ഈ അദീബ് റഹ്മാൻ ഈപ്പയുടെ പിൻഗാമികൾ ചോക്കാട് പഞ്ചായത്തിലെ പച്ചപ്പടയണിയാണ് ഈ ഭാഗത്തുനിലായി കടന്നു വരുന്നത്. അനുഗ്രഹിക്കുക, പ്രിയമുള്ളവരെ ആശീർവദിക്കുക, അനുമോദനങ്ങളുടെ പൂച്ചകൾ അർപ്പിക്കുക. വിരോധവാദികളുടെ മോചനത്തിന് വേണ്ടി ത്യാഗോജ്വലമായ പോരാട്ടങ്ങളാണ് വീരഗാഥകൾ രചിച്ച വാരിയൻ കുന്നത്ത് കുഞ്ഞമ്മദാജിയുടെ അനുഗ്രഹീത പാദസ്പർശനമേറ്റ് ചോക്കാടിന്റെ മണ്ണിൽ മുസ്ലിം ലീഗിന്റെ ആകാശത്തെ പിടിച്ചുകെട്ടാൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു സ്ഥാപനങ്ങളിലൂടെ ലീഗ് നേതൃത്വത്തിന്റെ നാമറിയുവാനോ കഴിയുമെന്ന് കരുതുന്നവർക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ചോക്കാട് പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പച്ചപ്പടകളിലാണ് ഈ വിവാദത്തെ നിശ്ചിതമായ വർഗീയ തീവ്രവാദി പരിപാടികളും അലയടിക്കുന്ന സ്ഥിരവാദങ്ങളിലും ആചരിക്കുന്ന കൊടുക്കാറ്റിനും പാർട്ടി ഉൾപ്പെടെ ഒറ്റനായകൻ പാണ്ഡിക്കടവ് സമുദായ സാഹിബ് രക്തത്തിനു വേണ്ടി കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുവാൻ പോലും വളർന്ന പാണ്ഡിക്കടവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെയും തകർക്കുവാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സമാധാനീയരായ നേതാക്കൾ പി ഖാലിദ് വാച്ചറുടെയും കുഞ്ഞാപ്പു സാഹിബിന്റെയും നേതൃത്വത്തിൽ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, പ്രിയമുള്ളവരെ ആശീർവദിക്കുക, അനുമോദനങ്ങളുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ആദർശ സമരപ്പെട്ട ഭരണാധികാരി വർഗത്തിന്റെ
ആദർശ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ഒരുങ്ങുന്ന ഭരണാധികാരി വർഗത്തിന്റെ സിംഹാസനങ്ങൾക്കിടയിലും കൊള്ളിച്ചുകൊണ്ട് ഭാഷാ സമരത്തിന് ചുടിച്ചോരകൾ അടിവരയിട്ട മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാരുടെ പിൻഗാമികൾ ചോക്കാട് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് എന്ന അശ്വമേധത്തെ പിടിച്ചുകെട്ടാൻ ചോക്കാട് പഞ്ചായത്തിൽ ഒരു ശക്തിക്കും പിടിച്ചുകെട്ടാൻ കഴിയാത്ത അശ്വമേധമാണ് മുസ്ലിം ലീഗിന്റെ തെളിയിക്കുന്ന മുസ്ലിം ലീഗിന്റെ പടുകൂറ്റൻ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ട് പിറകിലായി കടന്നു വരുന്നത്. അനുഗ്രഹിക്കുക, പ്രിയമുള്ളവരെ ആശീർവദിക്കുക, അനുമോദനങ്ങളുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ചോക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് തറവാട്ടിലെ കാരണവർ EP നാലിക ചോക്കാട് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് അശ്വമേധത്തെ പിടിച്ചുകെട്ടാൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന ഒരു ലീഗ് വിരോധിയും ഒരു ഡിവൈഎഫ്ഐക്കാരനും ഈ രാജ്യത്ത് വളർന്നിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചോക്കാട് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ പച്ചപ്പടയണിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നത്. അനുഗ്രഹിക്കുക, പ്രിയമുള്ളവരെ ആശീർവദിക്കുക, അനുമോദനങ്ങളുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. പാണക്കാട് പൂക്കോയ തങ്ങളുടെ വാത്സല്യം ഏറ്റു വളർന്ന പാണ്ടിക്കടവത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കേരളത്തിൽ നിന്നും പിടിവാൽ പോലും അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐ ഒരുക്കുമുട്ടിയെ ഭേദിച്ചുകൊണ്ട് CPM-ന്റെ തറവാട്ട് മറ്റമായ കണ്ണൂരിന്റെ നെഞ്ചത്ത് തന്നെ പരസ്യ പ്രവർത്തനം കാഴ്ചവെച്ച ശേഷം ജനമനസ്സുകളിലേക്ക് ഇറങ്ങി തിരിച്ച പാണ്ടിക്കടവത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം പോലും പെയ്ത് കളയുവാൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന ഒരു ഡിവൈഎഫ്ഐ ലീഗ് വിരോധിയും ഈ രാജ്യത്ത് വളർന്നിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വെപ്പാടിമാരുമായി നടക്കുന്ന ഒരു സുധീരന്മാരും ഈ രാജ്യത്ത് വളർന്നിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചോക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പച്ചപ്പടയേരിയാണ് മുസ്ലിം ലീഗ് പഞ്ചായത്തിന് കാരണമാണ് EP നാണി ഹാജിയുടെയും സമാധാനീയരായ നേതാക്കൾ ഈ കാലികവാസരുടെയും കുഞ്ഞാപ്പ സാഹിബിന്റെയും നേതൃത്വത്തിൽ ഈ വാഹനത്തിന് പിറകിലായി കടന്നു വരുന്നത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനങ്ങളുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ചോദ്യങ്ങൾ നോക്കിക്കൊള്ളാൻ ഒരുപാട് ഭരണാധികാരി വർഗത്തിന്റെ സിംഹാസനങ്ങളിൽ കൊള്ളിച്ചുകൊണ്ട് ഭാഷാ സമരത്തിന് ചുമച്ചുകൊണ്ട് അടിവരയിട്ട മജീദ് റഹ്മാൻ കുഞ്ഞിപ്പയുടെ പിൻഗാമികളാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനങ്ങളുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. പിറന്നതാകേണ്ട പ്രൗഢോജ്വല വാഗ്മിയും മുസ്ലിം ലീഗ് നേതാവുമായ PV മുഹമ്മദ് അരീക്കോടിന്റെ ലക്ഷ്യം മറന്ന മാർക്സിസ്റ്റ് പാർട്ടി എന്ന 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വീഡിയോ പ്രഭാഷണം ഈ സമ്മേളന നഗരിയിൽ ലഭിക്കുന്നു. കൂടാതെ മുസ്ലിം ലീഗ് അണികളെ ആവേശഭരിതരാക്കുന്ന 8 സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുമായി ജനനായകൻ എന്ന മുസ്ലിം ലീഗിന്റെ ഏറ്റവും പുതിയ രാഷ്ട്രീയ വിമർശന ഗാനവും ഈ സമ്മേളന നഗരിയിൽ ലഭിക്കുന്നു. വേണ്ടവർ സമീപിക്കുക. PV മുഹമ്മദ് അരീക്കോട് സാഹിബിന്റെ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന
ലക്ഷ്യം മറന്ന മാർക്സിസ്റ്റ് പാർട്ടി എന്ന വീഡിയോ പ്രഭാഷണം ഈ സമ്മേളന കീഴിൽ ലഭിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فانقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. صدق الله السلام. അസ്സലാമു അലൈക്കും. ആദരണീയനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് വനാത്ത് വാല സാഹിബ്, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ കാര്യദർശി KP മജീദ് സാഹിബ്, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ ഉജ്ജ്വല പ്രാസംഗികൻ PV മുഹമ്മദ് അരീക്കോട്, നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സാരഥികളായ KT കുഞ്ഞൻ സാഹിബ്, P ഇസ്മായിൽ, ചോക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് EP നാണി സാഹിബ്, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ നിറഞ്ഞ സഹോദരന്മാർ, മലപ്പുറം ജില്ലയിലെ ഈ പുതുതായി രൂപീകൃതമായ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ മുസ്ലിം ലീഗ് സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. വാസ്തവത്തിൽ ഒരു സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് വൈകിയ വേളയിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ബഹുമാന്യരായ നേതാക്കൾ വളരെ നേരമായി ഇവിടെ എത്തിച്ചേർന്നിട്ട്, പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗിനെതിരായി എല്ലാ ഭാഗങ്ങളിൽ നിന്നും വളരെ കരുത്തുറ്റ വെല്ലുവിളികൾ ഉണർന്ന വേളകളിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ, മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെയും സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെയും പ്രവർത്തകന്മാർ വളരെ ശക്തമായി പ്രതികരിക്കുകയും മുസ്ലിം ലീഗിനെ തളർത്താൻ തയ്യാറെടുക്കുന്ന ശക്തികൾക്ക് പരമാവധി ചുട്ട മറുപടി നൽകുകയും ചെയ്തു വരുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ചോക്കാട് പഞ്ചായത്തിൽ അജയ്യമായ ശക്തിയാണ് എന്ന് തെളിയിക്കുന്ന അത്യുജ്വലമായ ഒരു പ്രകടനമാണ് ഈ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും പ്രവർത്തകന്മാർ കാഴ്ചവെച്ചത്. എനിക്ക് പറയാനുള്ളത്, ചോക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കുത്തക തന്നെയാണ്
ഈ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ കുത്തക തകർക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ മണ്ണിലില്ല, വളരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ അതിമഹത്തായ ഈ സമ്മേളനം ഇവിടെ ചേരുന്നത്. ഈ സന്ദർഭത്തിൽ മുസ്ലിം ലീഗിന്റെ ശക്തി തെളിയിക്കാൻ, മുസ്ലിം ലീഗ് പഞ്ചായത്തിൽ എത്രമാത്രം ശക്തിയുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കാൻ കർമ്മനിരതരായ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും പ്രവർത്തകന്മാർ നടത്തിയ ആവേശോജ്വലമായ റാലിയിൽ പങ്കെടുത്ത എല്ലാ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർക്കും അനുഭാവികൾക്കും ഞാൻ ആദ്യമായി സ്വാഗതം പറയുകയാണ്. അതാണ് ആദ്യമായി സ്വാഗതം ചെയ്യുക എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത്, കാലാകാലങ്ങളിൽ മുസ്ലിം ലീഗിന് നിരന്തരമായ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ തകർക്കാൻ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ തേജോവധം ചെയ്യാൻ ഈ സംസ്ഥാനത്തും ഇന്ത്യയിലുമൊക്കെ നിരന്തരമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ നിരന്തരമായ വെല്ലുവിളികളെ ഇത്രയും വർഷക്കാലം അതിജീവിച്ച മുസ്ലിം ലീഗിനെ തകർക്കാൻ ഒരു രാഷ്ട്രീയ ശക്തിയെയും സമ്മതിക്കുകയില്ല എന്ന് ഈ പ്രകടനത്തോടുകൂടി തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നാം ഏവരും ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സാരഥിയായ ഗുലാം മുഹമ്മദ് ബനാത്തുവാല സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ചോക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പ്രസംഗിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ മുസ്ലിം ലീഗിന്റെ കരുത്തനായ കാര്യദർശി KPA മജീദ് സാഹിബ്, ഈ യോഗത്തിൽ പ്രസംഗിക്കാൻ എത്തിയിട്ടുള്ള PV മുഹമ്മദ് അരീക്കോട് തുടങ്ങിയവർക്ക് ഞാൻ ഈ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെ പേരിൽ സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പ്രസംഗിക്കാൻ എത്തേണ്ട അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഈ യോഗത്തിൽ പ്രസംഗിക്കാൻ എത്തുന്ന അൻസാരി തില്ലങ്കേരി തുടങ്ങിയ നേതാക്കന്മാർക്കും ഈ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കുഞ്ഞാൻ സാഹിബ്, നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി P ഇസ്മായിൽ തുടങ്ങിയ ഞങ്ങളുടെ, അതുപോലെ തന്നെ വിട്ടുപോയതാണ് ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ജനാബ് ഷംസുദ്ദീൻ തുടങ്ങിയ എല്ലാ നേതാക്കന്മാർക്കും വേദിയിൽ സന്നിധരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ഭാരവാഹികൾക്കും യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ചോക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് EP നാണി സാഹിബ് അവറുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ഒരു കാര്യം, ആ മതിലിൽ നിൽക്കുന്ന ആളുകൾ മതിലിൽ നിന്ന് ഇറങ്ങി നിൽക്കുക. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ഗുലാം മുഹമ്മദ് ബനാത്തുവാല സാഹിബിനെയും അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ കരുത്തനായ പ്രസിഡന്റ് ഷംസുദ്ദീൻ അവറുകളെയും ക്ഷണിച്ചുകൊള്ളും. रहीम अल्हम्दुलिल्लाह Mr. President, Janab Nandi Haji Sahib, my dear friend Janab KPA Majid Sahib, our Janab PV Muhammad Sahib, my friend KK Kunjan Sahib, Ismail Sahib, Khalid Master Sahib, my dear friend
my translator, and the district president of the Muslim Youth League, all the distinguished personalities here on the stage, and my dear friends, Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, we are meeting here today as the Panchayat conference of the Muslim League over here. I congratulate you on this grand and mammoth conference and thanking Allah for this exuberance and enthusiasm that you have displayed under the banner of the Indian Union Muslim League. Alhamdulillah, this mammoth conference of Panchayat over here is an evidence of the strength and force that the Muslim League is here in our state and in our district. അഭിവന്ദനായ യോഗാധ്യക്ഷൻ ജനാബ് നാണി ഹാജി അവർകളെ, എൻ്റെ ബഹുമാന്യനായ സ്നേഹിതൻ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ജനാബ് KPA മജീദ് അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായ ജനാബ് PV മുഹമ്മദ് സാഹിബ്, ജനാബ് KT കുഞ്ഞാൻ, ജനാബ് ഇസ്മായിൽ മുത്തേടം, ഖാലിദ് മാസ്റ്റർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സർവശക്തനായ നാഥനെ സ്തുതിക്കുകയാണ്. ഇവിടെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഒരു വലിയ മഹാസമ്മേളനം നിങ്ങൾ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ വരാനും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ആഹ്ലാദവും ചാരിതാർത്ഥ്യവുമുണ്ട്. നിങ്ങളുടെ ഈ ആവേശ പ്രകടനങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്: ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാവി വളരെയേറെ ഭദ്രമാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് മുസ്ലിം ലീഗിന്റെ ഈ പഞ്ചായത്ത് സമ്മേളനത്തിൽ നിങ്ങൾ കാണിക്കുന്ന ആവേശ പ്രകടനങ്ങളും അതുപോലെ ഒരു പഞ്ചായത്ത് സമ്മേളനത്തിൽ സംഘടിച്ചിട്ടുള്ള ഈ വലിയ ബഹുജന സഞ്ചയവും തെളിയിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിൽ കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയാണ് എന്നതാണ് ഇതെല്ലാം വിളിച്ചോതുന്ന യാഥാർത്ഥ്യം. Alhamdulillah, this grand Panchayat conference that I see over here, this enthusiasm of yours, this exuberance of yours is a clear evidence of the fact that by the grace of Allah, the Muslim League runs in the veins of our body, runs in the blood which is there in the veins of the body. The Muslim League is in the beating of our hearts. The Muslim League is in the blood in our veins. The Muslim League is in the heat of our breath that we take. The Muslim League is in our minds. The Muslim League is in our hearts. And inshallah, the flag of the Indian Union Muslim League will continue to flutter with honor and greater honor. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ നിങ്ങൾ കാണിക്കുന്ന ആവേശ പ്രകടനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മുസ്ലിം ലീഗ് നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ്. നമ്മുടെ സിരകളിൽ ഓടുന്ന രക്തം അത് മുസ്ലിം ലീഗിന്റെ രക്തമാണ്.
നമ്മുടെ ഹൃദയത്തുടിപ്പുണ്ടല്ലോ, ആ ഹൃദയത്തുടിപ്പിലും മുസ്ലിം ലീഗാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഓരോ നിശ്വാസത്തിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ആവേശ പ്രകടനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനത്തെ തകർക്കുവാനോ തളർത്തുവാനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന വ്യക്തമായ പ്രഖ്യാപനമാണ് നിങ്ങൾ ഇവിടെ നടത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ കേരളക്കരയിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ, പതിനായിരങ്ങളുടെ, ലക്ഷങ്ങളുടെ ആവേശ പ്രകടനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്. Alhamdulillah, I am so happy to be here among you this evening. I congratulate you all for your enthusiasm and for your exuberance. I thank the Almighty Allah for this opportunity to be here among you and to speak to you. And I am particularly thankful to our Panchayat unit over here for having remembered me on this occasion. I owe a great debt of gratitude and thanks. Thanks to my friend KPA Majid Sahab over here, who phoned me up in Bombay and insisted that I should be present here and meet you all this evening in this grand conference. I thank them all, and I thank Almighty Allah that I am a witness to great enthusiasm and exuberance here under the green flag of the Indian Union Muslim League. ഈ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെ ഈ മഹാസംഗമത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സർവശക്തനായ നാഥനെ ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഈ ആവേശം തുളുമ്പുന്ന സമ്മേളനത്തിൽ നിങ്ങൾ അഭിവാദ്യം ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ബഹുമതിയായി, ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ എന്നെ ക്ഷണിച്ചതിന്, അതുവഴി എനിക്കിവിടെ വരാനുണ്ടായ ഒരവസരത്തിന് ഞാൻ ഇതിന്റെ സംഘാടകരോടും എൻ്റെ താല്പര്യവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ബോംബെയിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ നിർബന്ധമായും സംബന്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ജനാബ് മജീദ് സാഹിബിനോടും അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് സാരഥികളോടുമൊക്കെ ഈ നിങ്ങളുടെ വലിയ സന്തോഷം തുളുമ്പുന്ന ഈ സമ്മേളനത്തിൽ വരാൻ എനിക്ക് അവസരമൊരുക്കിയതിൽ എനിക്കുള്ള സന്തോഷവും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്കുള്ള ചാരിതാർത്ഥ്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ സ്മരിക്കുകയാണ്. Dear friends, it is unfortunate that certain evils which have always been rampant at the national level, certain evils which have always been continuous and going on and rampant at the national level, those evils are unfortunately being tried to be introduced here in our state of Kerala by certain vested interests. I mean to say, the evil of creating confusion among the people regarding leaders and regarding the party. This is a method of creating confusion among the people by defaming leaders, by attacking leaders, and by trying to harm the image of a party. Such method has always been going on in and at the national level. Our state of Kerala was safe from such evils. But now certain vested interests, certain motivated interests have come up to create confusion here among the people by defaming leaders and by trying to damage the image of the party.
But your enthusiasm and exuberance here is evidence of the fact that inshallah the people of Kerala will never be confused and will never be defeated by such conspiracy which we condemn with all the vehemence at our command. കേരളത്തിൽ ഇന്ന് നമ്മുടെ പാർട്ടിക്കെതിരെ, നമ്മുടെ പാർട്ടി നേതാക്കന്മാർക്ക് എതിരെ ചില ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഗൂഢാലോചനകൾ രാജ്യത്ത് വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടികളെ അപമാനിക്കാൻ, രാഷ്ട്രീയ നേതാക്കന്മാരെ തേജോവധം ചെയ്യാൻ ഇല്ലാത്ത കഥകൾ, അപവാദ പ്രചരണങ്ങൾ നടത്തുക എന്നുള്ളത് രാഷ്ട്രീയ എതിരാളികൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്നിട്ടുള്ള ഒരു ഹീനമായ രീതിയാണ്. ദേശീയ തലത്തിൽ ഒട്ടനവധി അനുഭവങ്ങൾ നേതാക്കന്മാരെ തകർത്ത, അതുപോലെ തന്നെ അതുവഴി പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കിയ, പാർട്ടികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഘട്ടങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കേരളത്തിലേക്കും അത്തരമൊരു പ്രവണത കടന്നു വന്നതായി സമീപകാല സംഭവങ്ങൾ നമ്മോട് വിളിച്ചോതുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് നേരെയും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കെതിരെ അപവാദ പ്രചരണം നടത്താനും അതുവഴി പാർട്ടിയുടെ യശസ്സിനുമേൽ കളങ്കം ചാർത്തുവാനും ചില ശക്തികളിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരെന്നോർക്കണം, ഇത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ ഇത്തരം അപവാദങ്ങളുടെ കൊടുങ്കാറ്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തകർക്കാൻ കഴിയില്ലെന്ന് ഈ അപവാദ പ്രചരണം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കിയിരുന്നാൽ നന്ന് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടുവാനുള്ളത്. Vested interests and our opponents may try. They may try as much as they can to create confusion. They may try as much as they want to defame the leaders here and try to destroy the image of the party. But alhamdulillah, what is the Muslim League in Kerala? The Muslim League in Kerala is a party, is a movement that has come up under the guidance of Qaid Millat Janab Muhammad Ismail Sahab. Muslim League in Kerala is a movement that has been nurtured, that has been developed, and that has grown, and that has been solidified by veteran leaders like Sayyid Abdul Rahman Bapati Tangal Sahib, by veteran leaders like Janab Sidi Sahib, by veteran leaders, unmatched and unequal leaders like C.H. Muhammad Goya Sahib, by veteran leaders like Sayyid Pukoya Tangal Sahib, and today, by the grace of Allah, today by Sayyid Muhammad Ali Shihab Tangal Sahib. Such is the party, nurtured by a train of great leaders. Such a party, alhamdulillah, will never be a victim to the conspiracies of the opponents, and the opponents shall be defeated with all the humiliation that can be there. ലീഗിന്റെ അടിത്തറയിളക്കാൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഇസ്ഹാഖിനെ പിന്നിൽ അണിനിരുന്ന ഈ ചുറുചുറുക്കുള്ള ആളുകളെ ഇളക്കാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമാവില്ലെന്ന് മാത്രമല്ല, ലീഗിനെതിരെ വന്നവരെല്ലാം, ലീഗിനെതിരെ ആരോപണങ്ങളുമായി വന്നവരെല്ലാം അപമാനിതരായി പരാജയപ്പെട്ടു പോയ ചരിത്രമേ ഉള്ളൂ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ നിങ്ങൾ കൊണ്ടുവന്ന വാണിഭത്തിന്റെ പ്രശ്നമുണ്ടല്ലോ, ആ വാണിഭത്തിന്റെ പ്രശ്നത്തിലാണ് പിണറായി വിജയനും അച്യുതാനന്ദനും മാർക്സിസ്റ്റ് പാർട്ടിയും എന്തും നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണണം. ഞങ്ങളോട് പിണറായി വിജയൻ ആദ്യം പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് മലപ്പുറത്ത് വെച്ച് കാണാം, ഞങ്ങളുടെ സംസ്ഥാന മലപ്പുറത്ത് നടക്കുകയാണ്, അവിടെ വെച്ച് കാണാമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്.
ഇപ്പോൾ പിണറായി വിജയൻ തിരുവനന്തപുരത്തെ CPM സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത് അച്യുതാനന്ദനോട് നമുക്ക് മലപ്പുറത്ത് വെച്ച് കാണാമെന്നാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഞങ്ങളെ ഒതുക്കാൻ നടക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അവസാനത്തിന്റെ ആരംഭമാണ് മലപ്പുറത്തെ സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാട്ടർലൂ ആണ് മലപ്പുറത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നറിയിച്ചുകൊണ്ട് ലീഗിന്റെ പ്രവർത്തനവുമായി സഹകരിച്ച് ലീഗിനെ ശക്തിപ്പെടുത്തി വരുന്ന ജില്ലാ സമ്മേളനം ഒരു മഹാസമ്മേളനമാക്കി മാറ്റാൻ, ഒരു ചരിത്രമായി മാറ്റാൻ എല്ലാവരും സഹകരിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. അടുത്തതായി ഞാൻ PV മുഹമ്മദ് അരീക്കോട് നിങ്ങളോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദരണീയനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട നാണിയാജി സാഹിബ്, വന്യനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, പ്രിയപ്പെട്ട ഗുലാം മഹ്മൂദ് ബനാത്വാല സാഹിബ്, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ജനാബ് KPA മജീദ് സാഹിബ്, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ട്രഷററും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഉമ്മർ സാഹിബ്, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, ഖാലിദ് മാസ്റ്റർ, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിരുന്ന പ്രിയപ്പെട്ട നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് KT കുഞ്ഞാൻ, ജനറൽ സെക്രട്ടറി ഇസ്മായിൽ മൂത്തേടം, നല്ലവരായ കാരണവന്മാരെ, ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സത്യത്തിൽ ഇവിടെ മജീദ് സാഹിബ് ഒരു ഭാരം എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഞാനിവിടെ 2 വർത്തമാനം പറഞ്ഞ് പൂക്കോട്ടൂർ സമ്മേളനത്തിൽ എത്തണം എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോൾ അവിടെ മീറ്റിംഗ് അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കലായിരിക്കും ശരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചുവന്ന കാടല്ല, പച്ച പിടിച്ച കാടാണ്, ചോക്കാടല്ല. ആരാണ് ഈ സ്ഥലത്തിന് ചോക്കാട് എന്ന് പേരിട്ടത് അവരത് തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പണ്ട് സഖാവ് കുഞ്ഞാലിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. പക്ഷേ ആ പേരൊക്കെ ഖാലിദ് മാസ്റ്ററുടെ കാലഘട്ടത്തിൽ ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഈ മണ്ണ് ചുവന്നിരിക്കുന്നു. ഇപ്പം അവർ പ്രചരിപ്പിക്കുന്നതും മനസ്സ് ചുവന്ന മലപ്പുറത്തിൻ്റെ മണ്ണിലാണ്. പക്ഷേ സത്യത്തിൽ ഈ മലപ്പുറത്തിൻ്റെ മണ്ണ് മുമ്പേ ചുവപ്പാണ്, ഇപ്പം ചുവന്നതൊന്നുമല്ല. അത് ഇതിൽ അധ്വാനിക്കുന്നവർക്കേ അറിയുള്ളൂ, ഇതിൻ്റെ മേലെ നടക്കുന്നവർക്കറിയില്ല. ഈ മണ്ണിന് വേണ്ടി പോരാട്ടം നടത്തി ഈ മണ്ണിനെ, ചുവന്ന മണ്ണിനെ ഫലഭൂയിഷ്ടമുള്ള മണ്ണാക്കി മാറ്റാൻ കഠിനാധ്വാനം ചെയ്തത് ഏറനാട്ടിലെ മാപ്പിളമാരാണ്. നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷ് ഏകാധിപത്യത്തിൻ്റെ എതിരിൽ വിരിമാറ് കാട്ടി വീരത്യാഗം വരിച്ച ധീരദേശാഭിമാനികളായ മലബാറിലെ മാപ്പിളമാർ. ആ മലബാറിലെ മാപ്പിളമാർക്ക് നേതൃത്വം കൊടുത്ത മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വിദേശാധിപത്യത്തിൻ്റെ വിഴുപ്പലക്കാൻ പോയ അധികാരി ചേക്കുട്ടിയുടെ തലവെട്ടി കാളവണ്ടിയിൽ കെട്ടിത്തൂക്കി സ്വരാജ്യ സ്നേഹം തെളിയിച്ച മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി. ആദർശത്തിൻ്റെ ബലിപീഠത്തിൽ ജീവൻ ആത്മാഹുതി ചെയ്ത മഹാനായ ആലി മുസ്ലിയാർ. ജനിച്ച മണ്ണിൽ ഉറച്ചു നിൽക്കാൻ ഭാരതപ്പുഴയെ ചോരക്കടലാക്കി മാറ്റിയ താനൂരിലെ കുഞ്ഞിക്കാദർ. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ബലിപീഠത്തിൽ ജീവൻ ആത്മാഹുതി ചെയ്ത ചെമ്പൻ പോക്കരും ചെമ്പകശ്ശേരി തങ്ങന്മാരും അവരാണ് ഈ മണ്ണ് ചുവക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുവന്ന മണ്ണ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അവരെ ചുവപ്പൊക്കെ ആകാശത്താണ്, മണ്ണിന് പണ്ടത്തെ നിറം തന്നെയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗിനെതിരിൽ ഇപ്പോൾ മലപ്പുറത്ത് വന്ന് വെല്ലുവിളിക്കുന്നു എന്ന് അവർക്കൊരു തോന്നലുണ്ട്. പക്ഷേ മലപ്പുറത്ത് അവർ വെല്ലുവിളിക്കുകയല്ല, മലപ്പുറത്ത് അവർ മലർന്നടിക്കാൻ പോവുക. അവരെ സമ്മേളനം കഴിയട്ടെ, അവർ പിളരും എന്ന് മാത്രമല്ല, ആ പാർട്ടിയുടെ ഭിന്നിപ്പ് അവസാനിപ്പിക്കാൻ പാണക്കാട്ടെ തങ്ങളോട് മദ്യം പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകും. ഞാനിത് വെറുതെ പറയല്ല. സഖാവ് അച്യുതാനന്ദൻ ഒരു ഭാഗത്തേക്കും പിണറായി വിജയൻ മറുഭാഗത്തേക്കും പാർട്ടിയെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ നിഷ്പക്ഷമതികളായ കമ്മ്യൂണിസ്റ്റുകാർ ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ ആരെങ്കിലും ഒരാളെ കിട്ടണം എന്ന് പറഞ്ഞ് നമ്മളടുത്ത് വരേണ്ടി വരും. അതാണല്ലോ ആ പാർട്ടിയുടെ സ്ഥിതി. ഇപ്പോൾ ഒന്നും പറയാനില്ലാഞ്ഞിട്ടാണല്ലോ ഈ പെൺകുട്ടിയുടെ പിന്നാലെ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ സാധനം എന്താ? ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ്. ജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ? ആ പ്രശ്നത്തെക്കുറിച്ചുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്താ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ തന്നെ പറഞ്ഞത് എന്താ?
റജീനയുടെ കാര്യം നമ്മളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏറ്റെടുക്കണം. റജീനയുടെ കാര്യം ബാക്കിയുള്ളവരതൊക്കെ ആരാ? ഗോപാലൻ നേരാ ഏറ്റെടുക്കേണ്ടത്? ഇവിടെ 3.25 കോടി മനുഷ്യന്മാരുണ്ട് ഈ സംസ്ഥാനത്ത്. ആ മുഴുവൻ മനുഷ്യന്മാരുടെയും മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. ഒരു പെൺകുട്ടിനെ മാത്രം നോക്കുന്ന പണി നമുക്കില്ല, അത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. 5 കൊല്ലം നിങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് അവകാശപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോ നിങ്ങൾ പ്രതിപക്ഷത്തേക്ക് മാറുകയും ഞങ്ങൾ 100 സീറ്റോട് കൂടി ഈ രാജ്യത്ത് അധികാരത്തിൽ വരികയും ചെയ്തു. ആ അധികാരം എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെ കുറിച്ച് ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, ഞങ്ങൾക്കും ബാധ്യതയുണ്ട്. ഞങ്ങൾ ഈ രാജ്യത്തെ ഭരണകക്ഷികളാകുമ്പോ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് ഞങ്ങൾ പറയണം. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളിലുള്ള തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഞാനത് അംഗീകരിക്കുന്നു. പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിലുള്ള ഈ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കട്ടെ. അത് പറയാനില്ലാഞ്ഞിട്ടാണല്ലോ ഈ പെൺകുട്ടിയെ മുന്നിൽ നിർത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ റജീന എന്ന പെൺകുട്ടി ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്താ? 4 കൊല്ലം പൂർത്തിയാകാൻ പോകുന്ന ഈ ഗവൺമെന്റിന്റെ ഭരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താ? എവിടെയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയത്? അത് ചൂണ്ടിക്കാണിക്കണം. ഞാനത് ബഹുമാനത്തോടു കൂടി ഏറ്റെടുക്കും. ഒരു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എന്ന നിലക്ക് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഞങ്ങളുടെ ഭരണത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ ശരിയുള്ളത് ഞങ്ങൾ അംഗീകരിക്കും, പോരായ്മയുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താനും ശ്രമിക്കും. അങ്ങനെ ഒരു സംഭവമുണ്ടോ ഇപ്പൊ കേരളത്തില്? കഴിഞ്ഞ 2 മാസമായി നിങ്ങൾ പറയുന്നത് എന്താ? കോഴിക്കോട്ട് അങ്ങാടിയിൽ നടക്കുന്ന ഒരു വേശ്യയായ പെൺകുട്ടിയെ മുന്നിൽ നിർത്തിയിട്ട് അന്താരാഷ്ട്ര പ്രശസ്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പൊ രാഷ്ട്രീയം കളിക്കുക. എന്താ നിങ്ങൾ കളിക്കുന്ന രാഷ്ട്രീയം? ഞാൻ ചോദിക്കട്ടെ, ലീഗിനെ വിമർശിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഏറ്റെടുക്കാൻ തയ്യാറാ? ഞങ്ങൾ ഈ രാജ്യത്ത് ഭരണകക്ഷിയാണ്, ഇപ്പോഴല്ല. 1952 ഞങ്ങൾ ഭരണകക്ഷിയാണ്, 60 ഭരണകക്ഷിയാണ്, 67 ഭരണകക്ഷിയാണ്, 70 മുതൽ 77 വരെ ഭരിച്ചവരാണ്, 82 മുതൽ 87 വരെ ഭരിച്ചവരാണ്, 91 മുതൽ 96 വരെ ഭരിച്ചവരാണ്, ഇപ്പൊ 2001 മുതൽ 2005 വരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ വാശി നിങ്ങളുടെ മനസ്സിലിട്ട് തന്നത് CH മുഹമ്മദ് കോയ. അത് മാത്രമാണോ നമ്മൾ ചെയ്തത്? ഈ കേരളം ഉടലെടുക്കുമ്പോൾ നമുക്ക് ആകെ ഒരൊറ്റ യൂണിവേഴ്സിറ്റി ഉള്ളൂ, കേരള യൂണിവേഴ്സിറ്റി. ഇന്ന് കേരളത്തിൽ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്? കൊച്ചിയിൽ ഒരു യൂണിവേഴ്സിറ്റി, കോഴിക്കോട്ട് ഒരു യൂണിവേഴ്സിറ്റി, കണ്ണൂരിൽ യൂണിവേഴ്സിറ്റി. ഈ പുതിയ 3 യൂണിവേഴ്സിറ്റികൾക്കും രൂപം കൊടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരാണ്. അത് മാത്രമല്ല, സംസ്കൃതത്തിന് ഒരു യൂണിവേഴ്സിറ്റി. പഠിക്കണം നിങ്ങൾ ലീഗിനെ. സംസ്കൃതത്തിന് ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ സ്ഥാപിച്ച മന്ത്രിയുടെ പേര് പറയാമോ നിങ്ങൾക്ക്? E.T. മുഹമ്മദ് ബഷീർ. അദ്ദേഹമാണ് സംസ്കൃതത്തിന് യൂണിവേഴ്സിറ്റി കൊടുത്തത്. അപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് സമുദായമായ പരിഗണന നോക്കിയിട്ടില്ല. എല്ലാ ജനവിഭാഗത്തിനും എല്ലാ മതസ്ഥർക്കും അവനവന്റെ വിശ്വാസം അനുസരിച്ച് പഠിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ശ്രമിച്ചിട്ടുണ്ട്. അത് മാത്രമാണോ? ഈ കേരളത്തിൽ ആദ്യമായി ഒരു വ്യവസായ നയം പ്രഖ്യാപിച്ചതാരാ? ഇവിടെ നിരവധി വ്യവസായ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. 1957 വ്യവസായ മന്ത്രി ശ്രീ TV തോമസ്. അത് കഴിഞ്ഞ് പിന്നെ ഗൗരിയമ്മ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് സുശീല ഗോപാലൻ വന്നിട്ടുണ്ട്. PC ചാക്കോ വന്നിട്ടുണ്ട്. എത്ര വ്യവസായ മന്ത്രിമാർ കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിന്റെ ഒരു വ്യവസായ നയം പ്രഖ്യാപിച്ച മന്ത്രിയുടെ പേരറിയുമോ നിങ്ങൾക്ക്? പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയാണ് കേരളത്തിൽ ആദ്യമായി ഒരു വ്യവസായ നയം പ്രഖ്യാപിച്ച വ്യവസായ മന്ത്രി. ആ മനുഷ്യൻ ഇറങ്ങിപ്പോയല്ലോ ഇപ്പൊ മന്ത്രിസഭയിൽ നിന്ന്. പോക്കണം കെട്ടാൻ പോകുമ്പോ പെരമ്പൊടിച്ച് പോയക്കല്ല. എന്താ ചെയ്തത്? 1 ലക്ഷം കേരളത്തിലെ യുവതീ-യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ 1000 ഏക്കർ ഭൂമി വാങ്ങിയിട്ട് 1500 കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി. എവിടെ? കൊച്ചിയിൽ. കുഞ്ഞാലിക്കുട്ടി സാധാരണഗതിയിൽ പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഉപകാരങ്ങൾക്ക് ചെയ്യാതെ പോകണം. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വാസവും മതവും ഞങ്ങളുമായി ബന്ധമുള്ളതായത് കൊണ്ട് കുഞ്ഞാലിക്കുട്ടി മനുഷ്യസ്നേഹപരമായ പ്രവർത്തനം ചെയ്തിട്ട് ദുബായിൽ പോയി. ദുബായിൽ അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങളുടെ ഈ മണ്ഡലക്കാരനായ PV അബ്ദുല്ല ഉണ്ടായിരുന്നു. അവിടുത്തെ കോടീശ്വരന്മാരായ അറബികളെ കണ്ടിട്ട് ഈ കേരളത്തിന്റെ ദുരവസ്ഥ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി, നിങ്ങളൊരു വ്യവസായവുമായി വന്നാൽ പൂർണ്ണാർത്ഥത്തിൽ നിങ്ങളുമായി സഹകരിക്കാൻ കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ സന്നദ്ധമാക്കും എന്ന് പ്രഖ്യാപിച്ച് അവർ ഇന്ത്യ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും തുടങ്ങാൻ പോകുന്ന സ്മാർട്ട് സിറ്റി കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. നിങ്ങൾക്ക് വിരോധം ഉണ്ടാകും, പക്ഷേ നിങ്ങൾ വിരോധം ഉണ്ടാകുന്നിടത്തോളം കാലം ഞങ്ങൾ മുന്നോട്ട് പോകും. എന്തുകൊണ്ട്? ഞങ്ങൾ അക്കാരണം കൊണ്ട് അവിടെ വോട്ടെണ്ണി നോക്കുമ്പോൾ എന്താ സ്ഥിതി? നിങ്ങൾ കോങ്ങശ്ശേരി കൃഷ്ണന്റെ മണ്ഡലത്തിൽ അവർക്ക് 8000 വോട്ടേ ഭൂരിപക്ഷം ഉണ്ടായുള്ളൂ. KC അബൂബക്കർ മൗലവി പറയാറുണ്ട്, ബദറിൽ മലക്കറങ്ങിയതുപോലെയാണ് അട്ടപ്പാടിയിൽ മാൻകൂട്ടം ഇറങ്ങിയത്. ആ മാൻകൂട്ടം ഇറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഖായിദമിനത്ത് തോൽക്കുമായിരുന്നു. അതേപോലെ തന്നെയാണ് കോഴിക്കോട്ടും. കോഴിക്കോട് 2ാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് കുറെ വോട്ടുകൾ മറിച്ച് ചെയ്തിട്ട് എന്താ ചെയ്തത്? മഞ്ജുനാഥ റാവു 2ാം സ്ഥാനത്തേക്കും കുട്ടികൃഷ്ണൻ നായർ 3ാം സ്ഥാനത്തേക്കും. എന്നാൽ മഹാനായ CH മുഹമ്മദ് കോയ 873 വോട്ടിന്റെ വ്യത്യാസത്തിനാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് 1962 ജയിച്ചത്. ഞാൻ ഈ പഴയ കഥ പറയുന്നത് എന്താ പറയുക? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി അതായിരുന്നു.
ഏത് ഒറ്റക്ക് നിന്ന് 2 പാർലമെന്റ് സീറ്റ് നേടി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് തോറ്റുപോയല്ലോ. എന്നാൽ മുസ്ലിം ലീഗ് ഒറ്റക്ക് നിന്ന് സ്വന്തം ആർച്ചവർ. എന്റെ മുന്നിൽ കാണുന്ന ഈ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, അത്തരത്തിലുള്ള ഒരു വെല്ലുവിളി വന്നാൽ അവസരത്തിനൊത്ത് ഉയർന്ന മുസ്ലിം ലീഗിനെ രക്ഷപ്പെടുത്താൻ ആത്മാർത്ഥമായി നിങ്ങൾ ശ്രമിക്കേണ്ടി വരും. ഒരു സംശയം വേണ്ട. എക്കാലത്ത് നമ്മൾ ആരാന്റെ കൈ തലക്ക് വെച്ച് ഉറങ്ങാമെന്ന് കരുതണ്ട. സ്വന്തം കൈ തലക്ക് വെച്ചെങ്കിൽ മാത്രമേ കൂർക്കം വലിച്ചുറങ്ങാൻ കഴിയൂ. അങ്ങനെ ഒരു ഘട്ടം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ അടവ് നയം സ്വീകരിക്കുന്നവരാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ രൂപീകരിച്ച പാർട്ടി ഇന്ന് എവിടെ നിൽക്കുന്നു? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടും പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ പിന്തുണക്കുന്നു. ആരാ മൻമോഹൻ സിംഗ്? കോൺഗ്രസിന്റെ പ്രതിനിധി. ആരാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ്? സോണിയാഗാന്ധി. അന്ന് ആരെ പിന്തുണക്കണം എന്നാ പറഞ്ഞത്? നെഹ്റുവിനെ. നെഹ്റു ആരാ? ഇന്ത്യൻ ദേശീയത്തിന്റെ പ്രതീകമാണ്. ഏഷ്യ കണ്ട ഏറ്റവും വലിയ നേതാവാണ്. ഭാരതത്തിലെ കോൺഗ്രസിന്റെ മുടിചൂടാ മന്നനായിരുന്നു. അതുമാത്രമല്ല, ഇന്ത്യൻ ദേശീയ രംഗത്ത് പയറ്റി തെളിയുകയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിൽവാസം ഭരിക്കുകയും ചെയ്ത ആ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പിന്തുണക്കാൻ മടി കാണിച്ചവർ ഇന്ന് സോണിയാഗാന്ധിയുടെ കോൺഗ്രസിനെ പിന്തുണക്കുന്നു. ആരാ സോണിയ? രാജീവ് ഗാന്ധിയുടെ ഭാര്യ. രാജീവ് ഗാന്ധി ആരാ? ഇന്ദിരാഗാന്ധിയുടെ മകൻ. ഇന്ദിരാഗാന്ധി ആരാ? നെഹ്റുവിന്റെ മകൾ. അപ്പൊ നെഹ്റുവിൽ നിന്ന് ഇന്ദിരയിൽ നിന്ന് രാജീവിൽ നിന്ന് ഇറ്റലിക്കാരിയായ ഒരു പെണ്ണ്. ആ ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ പിന്തുണക്കാൻ ഇപ്പൊ മാർക്സിസ്റ്റുകാർക്ക് ഒരു മടിയില്ല. മൂപ്പര് ഇരുത്തി സ്റ്റേജിൽ വരും. അപ്പൊ അവിടെ ദിക്രിയല്ല. അവിടെ ആളുകൾ ദിക്രി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ദിക്രി ചെല്ലുമ്പോൾ ഒരു തലയാട്ടലുണ്ടാവും. അച്യുതാനന്ദനും തലയാട്ടി. കാരണം ഈ സദസ്സിൽ വന്നാൽ എല്ലാവരും ആട്ടണം എന്നാ മൂപ്പര ധാരണ. അപ്പൊ ആ നയന TKMS ചോദിച്ചു, അല്ല സഖാവേ എന്തിനാ നിങ്ങൾ തലയാട്ടണ്? അവരെന്തിനാ ആട്ടണ്? അവര് ദിക്രി അല്ലിട്ടാ. എന്നാ ഞാൻ ദക്കറ് കയ്യിലുണ്ടായിട്ടാണ്. അപ്പൊ ദക്കറ് കയ്യിലുണ്ടായിട്ട് സലാത്തി ചെല്ലണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചത് എപ്പോഴാ നിങ്ങൾ പഠിച്ചത്? TKMS ജയിച്ചപ്പോഴല്ലേ? ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചു ഞങ്ങള്. നിങ്ങൾ സലാത്തിനെ എതിർത്തവരാണ്, നിസ്കാരത്തെ എതിർത്തവരാണ്, പള്ളിയെ എതിർത്തവരാണ്, മതത്തെ എതിർത്തവരാണ്, ഞങ്ങളെ മതമൗലികവാദികൾ എന്ന് വിളിച്ചവരാണ്. എന്നാൽ പടച്ച തമ്പുരാൻ നിങ്ങളെ സലാത്ത് നഗറിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് യാ നബി നിങ്ങളെ കൊണ്ട് ചെല്ലിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾ നേടിയിട്ടുള്ള വിജയം. മജീദ് തോറ്റോട്ടെ, എനിക്കൊരു വേദാറില്ല. കാരണം ഏതായാലും അവിടെ പോയാൽ കോൺഗ്രസിനല്ലേ താങ്കൾ. എന്നാ പിന്നെ മജീദിനെക്കാണ് കുറച്ചും കൂടി നീളമുള്ള അംശമാകുമ്പോൾ ഒന്നും കൂടി പൊന്തിച്ച് താങ്ങിക്കൊള്ളുമല്ലോ. അവിടെ കിടന്നോട്ടെ. എന്താ അംസക്ക് ചെയ്യാനുള്ള പണി? 8 മാസമായി അംസ ഈ രാജ്യത്തെ MP ആയിട്ട്. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ 100 രൂപയുടെ വർക്ക് ഇടുന്നോ? പറയാമോ നിങ്ങൾക്ക്? ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഏത് പഞ്ചായത്തിലാണ് അംസന്റെ വണ്ടി കൊണ്ട് റോഡ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ സ്കൂൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി എടുത്തത്? മൂപ്പർക്ക് അതിനൊന്നും നേരല്ല. കോട്ടുമല തങ്ങൾ അടുക്കണ ഇവിടെ എങ്ങനെ അടുക്കുകയാണല്ലോ നമുക്കെതിരായി പ്രസംഗിച്ചിട്ട്. പാർലമെന്റിക്ക് പോകണില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരൻ അംസക്ക് അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന്. കാരണം ഞാൻ ഉണ്ടാക്കിയ കോൺഗ്രസിന് എനിക്ക് വോട്ട് ചെയ്യാൻ മാർക്സിസ്റ്റുകാർ എന്നെ സഹായിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം മൂപ്പര ഉള്ളിന്റെ ഉള്ളിലുണ്ട്. കാരണം ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് ഉണ്ടാക്കി നടന്നവനല്ലേ. നമുക്കൊക്കെ ഉണ്ടാവില്ലേ? നമ്മൾ വിറ്റൊരു പറമ്പാണെങ്കിലും അതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ വാപ്പ വെച്ച തെങ്ങുമല തൈ എന്തൊക്കെ തേങ്ങ വാപ്പ വെച്ചതാണെന്ന് നമ്മൾ പറയാതെ പോകും. ആ പറച്ചിൽ അംശ പറയുന്നുണ്ട്, കണ്ടങ്ങൾ എന്റെ കോൺഗ്രസ് ആണ് ഈ രാജ്യം ഭരിക്കണത് എന്ന അംശ പോകുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്കൊക്കെ തോന്നുന്നു ഇല്ലേ? ആർക്കാണ് തോന്നാത്തത്? ഇപ്പൊ ഞാൻ വിറ്റ പറമ്പാണ് വെച്ചെങ്കിൽ അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോ കാര്യം എന്തായാലും നമ്മൾ വെച്ച തെങ്ങുമല തേങ്ങ ഉണ്ട് കേട്ടോ. നേരെ മറിച്ചാൽ മോശമാണെങ്കിൽ നമ്മൾ പറയും, എന്താ ചെങ്ങ ഈ പറമ്പ് വാങ്ങിയിട്ട് അതിന് മറ്റൊരു സാധനം ഇടലില്ലേ, തേങ്ങ കാണില്ലല്ലോ. ഇപ്പൊ അംസക്ക് നല്ല സന്തോഷമുണ്ട്, നല്ല കാഴ്ചക്കണ തെങ്ങാണ്. കാരണം എന്താ? ഓന്റെ വാപ്പ വെച്ചതാണ്, കോൺഗ്രസ് ഉണ്ടാക്കിയതല്ലേ. ഇവിടെ എല്ലാവരും കോൺഗ്രസ് പിളർന്ന് കാട്ട് ആന്റണിന്റെ ഒപ്പം പോയപ്പോ അംസാരപ്പ പോയത് ഇന്ദിരാഗാന്ധിന്റെ ഒപ്പം. ആ ഇന്ദിരാഗാന്ധിന്റെ മരുവളോട് അംസക്ക് സ്നേഹം ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടുണ്ടോ? അതിലൊന്നും തെറ്റില്ല. ഞാൻ പറഞ്ഞ അംസാക്ക് നിങ്ങൾ ആ പണി തന്നെ എടുക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് അള്ളാഹുത്താര കോൺഗ്രസ്സുകാരനായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കോൺഗ്രസിനെ താങ്ങാനുള്ള ആവതേ തന്നിട്ടുള്ളൂ. നിങ്ങൾ ആ പണി എടുത്ത് നടക്കാൻ നമുക്ക് കഴിയുമോ? ഇത്യാദി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിന് പരിഹാരം കാണേണ്ടത് യൂത്ത് ലീഗുകാരന്റെ ബാധ്യതയാണ്. വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കുവടക്കിടുന്ന പോരാ. രാജ്യത്തിന് വേണ്ടിയുള്ള സേവനം എന്ന് പറയുന്നത് സമുദായത്തിന് വേണ്ടിയുള്ള സേവനമാണ്. സമുദായം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. കാരണം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നമ്മൾ അന്യോന്യം സഹോദരന്മാരാണ്. ആ സാഹോദര്യ ബോധത്തോടു കൂടി സമുദായ പ്രവർത്തനം നടത്തി സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോടൊക്കെ അപേക്ഷിച്ചുകൊണ്ട് സമയം അല്പം വൈകിപ്പോയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ, ബഹുമാന്യനായ PV മുഹമ്മദ് സാഹിബ്, വേദിയിലുള്ള നേതാക്കന്മാരെ, ചോക്കാട് പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൻ്റെ അജയ്യമായ രാഷ്ട്രീയ ശക്തി തെളിയിച്ചുകൊണ്ട് നമ്മുടെ വമ്പിച്ച പ്രകടനവും പൊതുയോഗവും ഇതോടുകൂടി സമാപിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നിഷേധ്യനായ നേതാവ് ബഹുമാനപ്പെട്ട
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് GM ബനാത്ത് വാല സാഹിബ് അവർക്കും അതുപോലെ തന്നെ ഈ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് സാഹിബ് അവർക്കും അതുപോലെ ബഹുമാനപ്പെട്ട ഗുലാം മുഹമ്മദ് ബനാത്ത് വാല സാഹിബിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ബഹുമാനായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ അവർക്കും അതുപോലെ തന്നെ വളരെ സാരസമ്പൂർണമായി ആനുകാലിക രാഷ്ട്രീയ സാഹചര്യം വിശദീകരിച്ച ബഹുമാനായ PV മുഹമ്മദ് സാഹിബ് അവർക്കും ചോക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ വേദിയെ ധന്യമാക്കിയ നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് KT കുഞ്ഞാസ് സാഹിബ്, സെക്രട്ടറി P ഇസ്മായിൽ സാഹിബ്, അതുപോലെ നിയോജക മണ്ഡലം മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ പ്രസിഡന്റ് അഷ്റഫ് അലി തുടങ്ങിയ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും MSF നേതാക്കന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പ്രകടനവും പരിപാടിയും വമ്പിച്ച വിജയമാക്കാൻ വളരെ സജീവമായി പ്രവർത്തിച്ച ഇതിന്റെ പ്രകടനത്തിൽ അണിനിരുന്ന മുഴുവൻ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകന്മാരേക്കും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം തന്നെ വളരെ ഒരാഴ്ചക്കാലമായി ഈ വേദി ഹരിതക്കടലാക്കാൻ വേണ്ടി ചോക്കാട് അങ്ങാടിയും അതിന്റെ പരിസരവും അതോടൊപ്പം തന്നെ ബഹുമാന്യനായ ചോക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രഥമ പ്രസിഡന്റായ മൊയ്തു ഹാജിയുടെ നാമധേയത്തിലുള്ള ഈ നഗരി ഹരിതക്കടലാക്കുന്നതിന് വേണ്ടി ഒരാഴ്ചക്കാലം രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിച്ചതിന് പ്രവർത്തിച്ച ചോക്കാട് പ്രദേശത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും അതുപോലെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ ബഹുമാന്യനായ നാണി ഹാജി, പ്രസിഡന്റ് നാണി ഹാജി, അതുപോലെ തന്നെ സെക്രട്ടറി ഖാലിദ് മാസ്റ്റർ, ഖജാൻജി അബ്ദുറഹ്മാൻ ഹാജി, വൈസ് പ്രസിഡന്റുമാരായ KM കുട്ടി, മുഹമ്മദ് അലി, ജോയിന്റ് സെക്രട്ടറി അൽവിക്കുട്ടി മാസ്റ്റർ, മുസ്ലിം യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് യാസർ, സെക്രട്ടറി ഹമീദ്, ഖജാൻജി, കുട്ടിമാൻ തുടങ്ങിയ എല്ലാ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയും അതുപോലെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനും ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി 2 ദിവസം മുമ്പ് വളരെ മാതൃകാപരമായി ആവേശകരമായി ഈ പഞ്ചായത്തിൽ മോട്ടോർ ബൈക്ക് റാലി നടത്തിയ എല്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെയും അതുപോലെ വാർഡ് തലങ്ങൾ തൊട്ട് ഹരിതക്കടലാക്കാൻ പ്രവർത്തിച്ച എല്ലാ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും വാർഡ് കമ്മിറ്റി ഭാരവാഹികളെയും എല്ലാ പ്രവർത്തകന്മാർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി ഈ യോഗ നടപടികളിലൂടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.